എന്താ അതിന്റെ പേര്? അഭി. അവളുടെയോ? ആലേഖ്യ. അടൂർ എവിടെ പോവാനാ? അവിടുന്ന് കോട്ടയം പോവാനാ. അവിടെ എന്താ? അത് പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട. ഒരിക്കല് ഞാനും ഇതുപോലെ ഓടിയതാ. പക്ഷെ വഴിക്ക് വെച്ച് പെണ്ണിന്റെ വീട്ടുകാർ പിടിച്ചു. നട്ടല് ചവിട്ടി അങ്ങ് വെള്ളമാക്കി. എല്ലാം കഴിഞ്ഞൊന്ന് നേരെ നിന്നപ്പോഴേക്കും അവള് 2 കുട്ടികളുടെ അമ്മയായി. ഓരോ ഒളിച്ചോട്ടത്തിന് പിന്നിലും മനോഹരമായൊരു പ്രണയകഥ കാണും. ചില കഥകളില് പരിഭവവും ടെൻഷനും മാത്രമേ കാണൂ. ചിലതിലാണെങ്കിൽ കാമം മാത്രമേ കാണൂ. ഇതിലേതാ നിങ്ങളുടെ കഥയിലുള്ളത്? ഇത് രണ്ടുമല്ല. ഞങ്ങളുടെ കഥയിലുണ്ടായിരുന്നത് പ്രേമമായിരുന്നു. പ്രേമം മാത്രം. യൗവനം ആഘോഷമാക്കിയിരുന്ന നാളുകൾ. സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കാൻ എന്നും ഒരേ വിഷയം: കള്ളും പെണ്ണും. വെള്ളയും വെള്ളയും ധരിച്ച് ചന്ദനക്കുറി ചൂടി നിൽക്കുന്ന ഈ ഭക്തകുചേലനാണ് ഞങ്ങൾക്ക് യഥാർത്ഥ സുഖം സപ്ലൈ ചെയ്യാൻ പോകുന്ന മാമാ മാധവൻ. ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയ പോലെ മാധവന്റെ ഡയറി ഞങ്ങൾ അരിച്ചു പറക്കി. ഒടുവിൽ മാധവന്റെ ഡയറിയിൽ നിന്നും ഞങ്ങൾ കണ്ടെടുത്ത സ്വപ്നസുന്ദരിയെ കാണാൻ ഞങ്ങൾ യാത്ര തിരിച്ചു. വർക്കിന് പോകുമ്പോഴെല്ലാം ഇവിടെ വന്നൊരു പാലഭിഷേകം നടത്തിയിട്ടേ ഞാൻ പോകാറുള്ളൂ. ഈ പരിപാടിക്ക് പോകുമ്പോൾ നടത്താൻ പറ്റിയ വഴിപാട്. നിങ്ങൾ വരുന്നില്ലേ? നമ്മളിപ്പോ വെടിവഴിപാടിന് പോവാണല്ലോ, സാരമില്ല. എന്നാ ഞാനൊന്ന് പോയിട്ട്. ആ ശരി. മാഷെ, അമ്പലപരിസരവാ, സ്ത്രീകളൊക്കെ വരുന്നതാ. ആ സിഗരറ്റ് കളഞ്ഞേര്. 8 രൂപ വെറുതെ കളയത്തക്ക സ്ത്രീകളെയൊന്നും ഞാനിവിടെ കാണുന്നില്ല. കാണുമ്പോ കളയാം. ഈ ദിനം കാത്തു ഞാൻ നാളുകൾ തേടിയോ നിൻചൊടി പൂക്കളിൽ കണ്ടു ഞാനൻ പ്രേമം. ഈ ദിനം കാത്തു ഞാൻ നാളുകൾ തേടിയോ നിൻചൊടി പൂക്കളിൽ കണ്ടു ഞാനൻ പ്രേമം. വെറും പകൽക്കിനാവോ ഈ വേനൽ ചൂടിൽ കുളിരുന്നുണ്ടേ. പൂമ്പാറ്റയൊന്നായി ഞാനും പറന്നീ കുളിച്ചു. ഇതു പ്രേമം പൂത്തതോ. ചേച്ചി ഇടിച്ചിട്ട് സോറിയെങ്കിലും പറഞ്ഞിട്ട് ചേച്ചി. ചേച്ചി നിന്നേ ചേച്ചി. ആരാ അത്? വില്ലനാന്നോ? അതെ, ബുള്ളറ്റ് മണി, ഇവളുടെ ചേച്ചിയുടെ ഭർത്താവ്. കെട്ടി 1 മാസം കഴിയുന്നതിന് മുമ്പേ ചേച്ചിയുടെ നടുപിടിച്ച് കട്ടിലിട്ടു.
അവളുടെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അമ്മ നേരത്തെ മരിച്ചു. അച്ഛൻ ഒരു വശം തളർന്ന് കിടപ്പ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ പിന്നെ എപ്പോഴാ കണ്ടത്? ജോലി തിരക്ക് കാരണം സ്വപ്നസുന്ദരിക്ക് 2-3 ദിവസം കഴിഞ്ഞേ വരാൻ പറ്റത്തുള്ളൂന്ന് മാധവനെ വിളിച്ചു പറഞ്ഞു. അതുവരെ മാധവന്റെ കൂടെ കൂടാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇവളെ മണിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് മാധവന. ഇടയ്ക്കൊക്കെ മദ്യപിച്ചിട്ട് മണി ഇവളുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കാറുണ്ടെന്ന് മാധവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലും വലിയ പ്രശ്നങ്ങൾ ഇവളുടെ വീട്ടിലുണ്ടെന്ന് പിന്നീടാ മനസ്സിലായത്. ചാവാൻ മാത്രം എന്ത് പ്രശ്നം എനിക്ക്? ആ ബുള്ളറ്റുകാരൻ കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കുന്നതിനാണോ? ബഹളം ഉണ്ടാക്കുന്നതോ? സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് കൂടെ കിടക്കാനാ വിളിക്കുന്നത്. എന്താ പറഞ്ഞ? എന്നിട്ട് നീ അവളെ എങ്ങനെയാ വളച്ചത്? മനസ്സില് നന്മയും പരിശുദ്ധിയുള്ള പെൺകുട്ടികളെ വളയ്ക്കാൻ അല്പം പ്രയാസമാണ്. പിന്നീട് അങ്ങോട്ട് മനസ്സ് മുഴുവൻ ഇവളായിരുന്നു. കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അവളെ വീണ്ടും കാണാൻ ഞാൻ തീരുമാനിച്ചു. എടാ കുഞ്ഞ, എടാ ഒന്ന് എണ്ണീറ്റേ. എന്തുവാ? എടാ എനിക്ക് അവളെ ഒന്ന് കാണണോടാ. ആരെയാ? ആലേക്ക്. അവളെ ഇപ്പൊ തന്നെ കാണണമെന്ന് എന്തുവാ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടാ. അവളുടെ ആ പൊട്ടി ഉരിഞ്ഞുള്ള ആ ചിരിയുണ്ടല്ലോ, അവളുടെ ആ കുയിൽനാദം പോലത്തെ ആ ശബ്ദം ഉണ്ടല്ലോ. ജോസേ, കൊല്ലണ്ട. ജോസല്ല, ഗ്യാസാ. ഇതെന്തുവാടാ ഒരുമാതിരി സോമാലിയക്കാരുടെ വീട് പോലെ ഇരിക്കുന്നു. എടാ സൊമാലിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ പച്ചത്തെറിയാ. നീ മിണ്ടാതിരിക്കും. നമുക്ക് പോയി നോക്കിയാലോ? ഒരു മിനിറ്റ്. എന്തോടാ ഇത്? ഒരു വഴിക്ക് പോയില്ലേ, ഇരിക്കട്ടെ. ഇനി എന്ത് തന്തയിലാഴിക കാണിച്ചാലും വഴി ഇവൻ കേട്ടോളൂ. അവളുടെ റൂം ഏതാ? ഏ? അവളുടെ റൂം ഏതാന്ന്? ലോല, അത് നിനക്കങ്ങനെ അറിയാം? പിന്നെ നിന്റെ ചോദ്യം കേട്ടാത്തൊന്നും ഈ വീട് പണിഞ്ഞു കൊടുത്ത ഞാനാണ്. പോയി അന്വേഷിക്കടേ. ഒന്ന് നിർത്ത്. നീ ആരെങ്കിലും വരുവാന്ന് സിഗ്നൽ തരണം. ഞാൻ പോയിട്ട് വരാം. ഓക്കെ.
എന്താ? അത് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മനസ്സ് മുഴുവൻ താനാ. ഉള്ളത് പറയാലോ, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിനി തപസ് ചെയ്താൽ പോലും തന്നെ പോലൊരു പെങ്കുച്ചിനെ എനിക്ക് കിട്ടത്തില്ല. എനിക്ക് ജോലിയൊക്കെ ഉണ്ട്, 5 ശമ്പളം, പിന്നെ കുറച്ച് കുരുത്തക്കേടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഈ നാട്ടിൽ വന്നത്. മാധവന്റെ കൂടെ ഒരു പെണ്ണിനെ കാണാനാണ് ഞാൻ ഈ നാട്ടിൽ വന്നത്. പെണ്ണിനെ കണ്ടില്ല, ഞാനിതിനു മുമ്പ് അങ്ങനൊന്നും പോയിട്ടൊന്നുമില്ല. തന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ തോന്നില്ല. താനെന്തോ ഒന്നും മിണ്ടാത്തെ? മാധവന്റെ അടുത്ത പെൺകുട്ടികളെ പോലെ ഇവിടെ ആരുമില്ല. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ മണിയെ പേടിച്ചായിരിക്കും അവള് നിന്നോട് അങ്ങനൊക്കെ പറഞ്ഞത്. ഓ പിന്നെ, കള്ളവെടി വെക്കാൻ വന്നതാണെന്നൊക്കെ ഒരു പെണ്ണിനോട് പറഞ്ഞാൽ ഏത് പെണ്ണായാലും ഇങ്ങനെ പ്രതികരിക്കും. അങ്ങനെ ഏതോ ഒരു പെണ്ണല്ലല്ലോ അവള്. ഇവൻ ജീവൻ രക്ഷിച്ച പെണ്ണല്ലേ? എന്നിട്ടും അവൾ ഇവനോട് പൊട്ടിത്തെറിച്ചെങ്കിൽ അതാ മണിയെ പേടിച്ച് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. അവക്ക് ഇവനോട് ഇഷ്ടമുണ്ടോന്ന് ഇതിലൂടെ അറിയാം. എങ്ങനെ? നിനക്കൊരു ആക്സിഡന്റ് പറ്റി, നീ ഹോസ്പിറ്റലിൽ കിടക്കുക. എന്തോന്ന്? അതെ, അങ്ങനെ നമ്മൾ അവളെ അറിയിക്കുന്നു. അവളുടെ മനസ്സിൽ നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അവള് നിന്നെ കാണാൻ വന്നിരിക്കും. അയ്യേ, അതൊരുമാതിരി പഴഞ്ചൻ ഏർപ്പാടല്ലേ? എടാ, ഈ ഗ്രാമത്തിന് പുറത്തേക്ക് ലോകം കണ്ടിട്ടില്ലാത്തൊരു പെണ്ണിന് ഇത് ധാരാളമാ. ചെലപ്പോ ബിരിയാണി കൊടുത്താലോ? എന്നാലും ക്ലീഷയായി പോവോ? എടാ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡ്. നീ വന്നേ. മോളെന്താ അവനെ കാണാൻ പോകാഞ്ഞത്? മാധവന്റെ അടുത്ത് വന്നത് എന്തിനാണെന്ന് വരെ അവൻ പറഞ്ഞെങ്കിൽ ആ സ്നേഹത്തിൽ സത്യമുണ്ട് മോളെ. എനിക്കറിയാം. എന്നോടതെല്ലാം തുറന്നു പറഞ്ഞത് എന്നെ അത്രയേറെ സ്നേഹിക്കുന്നോണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കാരണം ആ പാവത്തിന്റെ ജീവിതം തകരുന്നത് കാണാൻ എനിക്ക് വയ്യച്ച. മണിയേട്ടൻ വല്ലോ ഇതറിഞ്ഞ വേണ്ട. പക്ഷെ അവനെ ഹോസ്പിറ്റലിൽ പോയി മോക്കൊന്ന് കാണാമായിരുന്നു. ഇല്ലച്ച, ഇനി കണ്ടാല് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു പോവും. ഒന്നുമല്ലെങ്കിലും എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. പക്ഷെ അതൊന്നും വേണ്ട. അങ്ങനെയുള്ള സന്തോഷമൊന്നും ഈ മോക്ക് വിധിച്ചിട്ടില്ല അച്ഛ. ഈ ദിനം കാത്തു ഞാൻ നാളുകൾ തേടിയോ, നിൻചൊടി പൂക്കളിൽ കണ്ടു ഞാനൻ പ്രേമം. വെറും പകൽക്കിനാവോ ഈ വേനൽ ചൂടിൽ കുളിരുന്നുണ്ടേ. പൂമ്പാറ്റയൊന്നായി ഞാനും പറന്നീ കുളിച്ചു. ഇത് പ്രേമം പൂത്തതോ? സാധാരണ ഒരു പെണ്ണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആദ്യം ഒരു ഉമ്മ, പിന്നെ തരം കിട്ടിയ മറ്റേ ചില കുസൃതികൾ, അതൊക്കെ ഒരു നാട്ടുകിടപ്പ്. വേണ്ടെങ്കിൽ വേണ്ട. വേണോ? വേണ്ട. എനിക്കറിയാം, ഞാനടക്കമുള്ള എല്ലാ ആണുങ്ങൾക്കും സ്വന്തം അമ്മയെപ്പോലെ ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹം. പക്ഷേ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനത്തിന്റെ ഒരംശമെങ്കിലും അവർക്ക് പ്രേമിക്കുന്ന പെണ്ണിന് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കതിന് കഴിയും. പട്ടി, എന്റെ പെണ്ണിനെ
കൊല്ലുവിടം നിന്നെ ഞാൻ. വീട് ഒന്നും ചെയ്യല്ലേ. നിന്റെ ചേച്ചി കട്ടിലൊടിയാനൊന്നും കാത്തിരിക്കുന്നില്ല. ഒരു ദിവസം ഞാനങ്ങ് തീരുമാനിക്കുക. അന്ന് നീ എന്റെ ആവണം. സമ്മതിച്ചോ നീ? സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചു. ഏട്ടനെ ഒന്ന് വെറുതെ വിട്ടാ മതി. നിങ്ങളുടെ കാര്യം മണി അറിഞ്ഞെങ്കിൽ എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഇല്ലെങ്കിൽ അത് അവൾക്ക് ആപത്ത. എന്തും ചെയ്യാൻ മടിക്കാത്തവനവൻ. ഏട്ടാ, ഏട്ടനില്ലാതെ എനിക്ക് പറ്റില്ല ഏട്ടാ. മണിയേട്ടൻ എന്നെ കൊണ്ടുപോകാൻ പോവാ. മണിയേട്ടന് എന്റെ ശരീരമാ വേണ്ടത്. അങ്ങനെ സംഭവിക്കുമെന്ന് വന്ന എന്റെ ശവത്തിലെ മണിയേട്ടൻ തൊടും. മണി അറിയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്നുകിൽ അവളെ നീ തിരിച്ചു കൊണ്ടുവിടണം, അല്ലെങ്കിൽ ഇല്ല മാധവ, അവളെ ഞാൻ കൈവിടില്ല. ഞാൻ കൊണ്ടുപോവുക. പക്ഷെ അവളുടെ അച്ഛന്റെ കാര്യം, അവൾക്കും അതോർക്കുമ്പോഴാ വിഷമം. തൽക്കാലം മണി ഈ വിവരം അറിയുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരെയും നാട് വിടണം. അച്ഛന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നീ അവിടെ ചെന്ന് സെറ്റിലായിട്ട് അച്ഛനെ കൂടെ കൊണ്ടുപോയാൽ മതി. പോട്ടെ. നന്മയുള്ള പ്രേമമാണ് നിങ്ങളുടേത്. നമ്മുടെ മരണശേഷവും നമ്മോടൊപ്പം ഉണ്ടാകുന്ന എന്താണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല. പ്രേമം. മരണശേഷവും നമ്മളിൽ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രേമമായിരിക്കും. നന്മയുള്ള സത്യസന്ധമായ പ്രേമം. അത് വിജയിക്കുക തന്നെ ചെയ്യും. ധൈര്യമായിട്ട് പോയിട്ട് വാ. നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഞങ്ങൾ എവിടെങ്കിലും പോയി ജീവിച്ചോളാം. പട്ടി കാക്കയ്ക്കും പരുന്നിനും കൊടുക്കാതെ കൊണ്ടു നടന്നാ ഞാൻ ഇവിടെ. അങ്ങനെ പെട്ടെന്നൊരുത്തം വന്ന് തിന്നണ്ട. ഇവിടെ വാടി. എനിക്ക് ഞാൻ പറയുന്നൊന്ന് കേക്ക്. മണിയേട്ടൻ ഞങ്ങളെ ഒന്ന് വെറുതെ വിട്. മണിയേട്ടൻ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മാറി പോടി അങ്ങോട്ട്. നിന്നെ മുകളിലോട്ട് കെട്ടിയെടുക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ചൊരു ലൈവ് ഷോ കാണിച്ചു തരാം ഞാൻ. കണ്ട് രസിച്ചിട്ട് നീ പോ. ഞാൻ തൊടുന്ന് പേടിച്ചല്ലേ ഇവിടെ നിന്റെ കൂടെ വന്നേ. നിന്റെ കൺമുന്നിലിട്ട് ഇവിടെ ഞാനൊന്ന് അനുഭവിക്കാൻ പോവാ. ജീവൻ പോന്നതിന് മുമ്പ് അതുകൂടെ ഒന്ന് കാണടാ. ഒരു പെണ്ണിന് അവളുടെ ജീവനേക്കാൾ വലുതാ അവളുടെ പരിശുദ്ധി. മണിയേട്ടന് എന്റെ ശരീരമാ വേണ്ടത്. അങ്ങനെ സംഭവിക്കുമെന്ന് വന്ന എന്റെ ശവത്തിലെ മണിയേട്ടൻ തൊടും.